അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ആക്ടിവിറ്റി 1 നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് എടുത്ത് വെച്ച് നോക്കിക്കേ. ഒരു വലിയ പിക്ചർ കാണാം അല്ലേ? പിന്നെ മോളൊരു ക്വസ്റ്റ്യൻ പോലെ കൊടുത്തിട്ടുണ്ട്. റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി ട്രീ. സ്റ്റോറി ഒന്നും കൂടെ നിങ്ങൾ വായിച്ച് നോക്കണം. നോക്കിയിട്ട് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നോക്കിക്കേ. എന്താണെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ക്യാരക്ടേഴ്സിൻ്റെ ലിസ്റ്റ് എഴുതാനാണ്. പിന്നെ രണ്ടാമത് ഈവൻസ് ഏതൊക്കെയാണെന്ന് എഴുതാനായിട്ട്. ഓക്കെ, ക്യാരക്ടേഴ്സിനെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ? അപ്പോൾ ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് നോക്കിക്കേ. നമുക്ക് ക്യാരക്ടേഴ്സായിട്ട് കോബ്ര ഉണ്ട്, ഗ്രാൻഡ് മദർ, മൈന, മോങ്കൂസ്, a grey squirrel, a jungle crow, a white rat, grandfather, a 65-year-old man, the boy, a lover of nature. ഇത്രയും ക്യാരക്ടേഴ്സാണ് നമുക്ക് മൊത്തമായിട്ട് ഉള്ളത്. കോബ്ര, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, മൈന, ജംഗിൾ ക്രോ, മോങ്കൂസ്, സ്ക്യൂറൽ ആൻഡ് ദ ബോയ്. ഓക്കെ, അടുത്തത് നമുക്ക് അതിനകത്ത് തന്നെയുള്ള ബാക്കിയായിട്ട് ചെയ്യാനുള്ളതാണ് അതിൻ്റെ ഈവൻസ് എന്ന് പറയുന്നത്. മെയിൻ ഈവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്റ്റോറിയിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സംഭവങ്ങളാണ്, ഇൻസിഡൻസ്, എന്ത് ഈവൻസ് ആണ് സ്റ്റോറിയിൽ നടന്നിട്ടുള്ളതെന്നാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്. നോക്കിക്കേ, ഫസ്റ്റ് വൺ നോക്കിക്കേ, ദ ബോയ്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സ്ക്യൂറൽ. സ്റ്റോറി തുടങ്ങുമ്പോൾ ഇതാണ് അല്ലേ? ആ ബോയും സ്ക്യൂറലുമായിട്ട് ഫ്രണ്ട്ഷിപ്പായി എന്ന് നമ്മൾ പറയുന്നുണ്ട്. Then comes the fight between the cobra and the mongoose and the cobra's death. സ്റ്റോറി പഠിച്ചത് കൊണ്ട് നമുക്കറിയാം കോബ്ര മോങ്കോസ് ഫൈറ്റും കോബ്രയുടെ ഡെത്തുമാണ് പിന്നെ വരുന്ന ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് സ്ക്യൂറൽസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ വൈറ്റ് റാറ്റ് ആൻഡ് ദ ബർത്ത് ഓഫ് 3 വൈറ്റ് സ്ക്യൂറൽസ്. ഒരു വൈറ്റ് റാറ്റുമായിട്ട് സ്ക്യൂറൽ ഫ്രണ്ട് ആവും, എന്നിട്ട് അവർക്ക് 3 വൈറ്റ് സ്ക്യൂറൽസ് ഉണ്ടാവും. ഈ 3 കാര്യങ്ങളാണ് സ്റ്റോറിയിലെ മെയിൻ ഈവൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി ആ സ്റ്റോറിക്കകത്തുണ്ട്. എന്താണത്? സെറ്റിങ് അല്ലേ? സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെയാണ് നടന്നത് എന്നുള്ളതാണ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഈ സംഭവമൊക്കെ നടന്നിരിക്കുന്നത്? അണ്ടർ ദി ബനിയൻ ട്രീ. അപ്പോൾ സ്റ്റോറിയുടെ സെറ്റിംഗ് എവിടെയാണ്? അണ്ടർ ദി ബനിയൻ ട്രീ. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ? ക്യാരക്ടേഴ്സ്, ഈവൻസ് ആൻഡ് ദ സെറ്റിംഗ് ഓഫ് ദി സ്റ്റോറി. ആക്ടിവിറ്റി 2. The boy was very much thrilled by his acquaintance with the squirrel. He writes a letter to his friend telling him about his new friend. Help him complete the letter. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ലി ലെറ്റർ എഴുതാനാണ്. ഓക്കെ, ഫ്രണ്ട്ലി, നിങ്ങൾക്ക് എല്ലാവർക്കും ലെറ്റർ എഴുതാൻ അറിയാം, എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് അറിയാം. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ ഒരു ഒരു ഫോർമാറ്റ് അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഫോർമാറ്റ് വെച്ചിട്ട് സ്റ്റാർട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി. പ്രധാനപ്പെട്ട വേണ്ടിയ കാര്യങ്ങൾ, അതിന് നമ്മൾ സല്യൂട്ടേഷൻ എന്ന് പറയും. അതായത് ലെറ്റർ തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് സല്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. സല്യൂട്ടേഷനായിട്ട് നമുക്ക് ലെറ്ററാണ്, അതിന് അഡ്രസ്സാണ് ആദ്യമായിട്ട് വേണ്ടിയത്. ഐവി കോട്ടേജ്, ലാൻഡുർകാൻഡ്, ഡെറാഡൂൺ, 28 ഏപ്രിൽ 1997. അതാണ് അഡ്രസ്. ഇനി ഫ്രണ്ടിന് ഒരു പേര് കൊടുക്കണം. ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട്, ശ്രാവൺ എന്നാണ് ഫ്രണ്ടിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഡിയർ ശ്രാവൺ എന്ന് കൊടുത്തു. ടെക്സ്റ്റിലെ തന്നെ ഫസ്റ്റ് സെൻറ്റൻസ്, ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ ദെയർ. നിന്റെ അവധിക്കാലം നീ അവിടെ ആഘോഷിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നിട്ട് ഇനി ബാക്കി നമ്മൾ എഴുതണം. ഓക്കെ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതാൻ പറ്റുന്നത്? ടീച്ചർ ഒരു മോഡൽ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഐ ആം ഡൂയിങ് ദ സെയിം ഹിയർ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ഹിയർ എന്ന് പറഞ്ഞാൽ നിന്നെപ്പോലെ തന്നെ ഞാനും വെക്കേഷൻ ഇവിടെ എൻജോയ് ചെയ്യാണ്. അറ്റ് ഗ്രാൻഡ് പാസ് ഹൗസ്, ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്ടിൽ. ഐ ഗോട്ട് എ ന്യൂ ഫ്രണ്ട് ഹിയർ. എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി. ഡു യു നോ ഹൂ ദ ന്യൂ ഫ്രണ്ട് ഇസ്? ആ പുതിയ ഫ്രണ്ട് ആരാണെന്ന് നിനക്കറിയാമോ? എ ലിറ്റിൽ ക്യൂട്ട് സ്ക്വിറൽ ഗ്രേ ഇൻ കളർ. ഒരു കുഞ്ഞ് ഗ്രേ കളർ അണ്ണാൻ. In the beginning, he was a little resentful towards me, but now, finding that I am not harmful, he is very friendly and familiar with me.
even to take food from my hands. ആദ്യം കുറച്ച് കൂട്ടാകാൻ പാടായിരുന്നു, കുറച്ച് വിമുഖത ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ഫ്രണ്ട്ലി ആണോ, ഉപദ്രവിക്കാനാണോ, ഹാംഫുൾ ആണോ എന്ന്, ഞാൻ അപകടകാരിയാണോ എന്ന് അവൻ അറിയില്ലല്ലോ, അതുകൊണ്ട്. പക്ഷെ എന്താണ്, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായി, ഇപ്പം ഞങ്ങൾ നല്ല കൂട്ടായി, അവനെൻ്റെ കൈക്കകത്തുനിന്ന് ഭക്ഷണമെല്ലാം കഴിക്കും. You know, in our garden there is a magnificent banyan tree which is older than my grandpa. I often spend my free time on the tree, and the squirrel will also be there with me sometimes in my pocket. നിനക്കറിയാലോ, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്ടിൽ വളരെ പ്രൗഢിയാർന്ന പടർന്ന് പന്തലിച്ച് വലിയ ബനിയൻ ട്രീ ഉണ്ടല്ലോ. അതാണ് മാഗ്നിഫിഷ്യൻറ്റ് ബനിയൻ ട്രീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ട്രീ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാലോ. ഞാൻ എൻ്റെ സമയമൊക്കെ ചെലവിടുന്നത്, സ്പെൻഡ് ചെയ്യുന്നത് അവിടെയാണ്. അവിടെ വെച്ചിട്ട് എങ്ങനെയാണ് ഈ സ്ക്യൂറിൽ അതെൻ്റെ പോക്കറ്റിൽ ഉണ്ടാവാറുമുണ്ട്. ഓക്കെ, ഇനി ബാക്കിയാണ്. A few days ago, my grandpa bought a white rat from the bazaar. I often take it with me to the tree. Soon it made a friendship with the squirrel. Meanwhile, a strange thing happened. My new friend built a nest in the hole in the tree. When we checked it, we found 3 little white squirrels. My grandpa says that he has not seen white squirrels ever before in his life. And he also says that the white rat is the father of them. അപ്പോൾ പറയാണ്, കുറേ ദിവസങ്ങൾക്ക് മുൻപ് എൻ്റെ ഗ്രാൻഡ് ഫാദർ ബാസാർ മാർക്കറ്റിൽ നിന്ന് ഒരു വൈറ്റ് റാറ്റിനെ വാങ്ങിച്ചു. ഞാൻ അതിനെ ഇടയ്ക്കൊക്കെ ട്രീയിലേക്ക്, ഏത് ട്രീ ആണ്, നമ്മുടെ ബനിയൻ ട്രീ അല്ലേ, ബനിയൻ ട്രീയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ അത് അവിടെയുള്ള സ്ക്യൂറിലുമായിട്ട് ഫ്രണ്ടായി. പിന്നെ എന്താണ് കാണുന്നത്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പം സ്ക്യൂറിൽ ബനിയൻ ട്രീയുടെ ഹോളിൽ എന്ത് ചെയ്തു, ഒരു നെസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഒരു ചെറിയ കൂട് ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇവർ നോക്കുമ്പോൾ എന്താ കാണുന്നത്, എന്താ എഴുതിയിരിക്കുന്നത്, എന്താ കണ്ടെന്നാണ്, 3 white little squirrels, 3 അണ്ണൻ കുഞ്ഞുങ്ങളെ കണ്ടു. അപ്പം ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, മേ ബി ഈ വൈറ്റ് റാറ്റ് ആയിരിക്കും അവരുടെ ബയോളജിക്കൽ ഫാദർ എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ലെറ്ററിനകത്ത് നമുക്ക് എഴുതാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രധാനമായിട്ടും എന്താണ് സംഭവം എന്നുള്ളത് ഇവിടെ കൊണ്ട് തീർന്നു. ഇത് നമ്മൾ പറയാണ്, നീ കൂടെ ഇങ്ങോട്ട് വാന്ന്, അവനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യണ്ടേ, ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഐ ഇൻവൈറ്റ് യു ടു കം ടു അവർ ഹോം വൺ ഡേ. നീ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വാന്ന്. We can spend enough time in the garden and on the banyan tree. You may come with your sister and parents. They will also be happy to see the rare and strange gift of nature, the white squirrels. നീ വരുമ്പം നമുക്ക് ഗാർഡനിലും എൻ്റെ ബനിയൻ ട്രീയിലും ഒക്കെ വെച്ച് നമുക്ക് എൻജോയ് ചെയ്യാം, നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാം. വരുമ്പോൾ നിൻ്റെ സിസ്റ്ററിനെയും പേരൻസിനെയും എല്ലാവരും കൂട്ടിക്കൊണ്ട് വരണം. ഈ റെയർ ആയിട്ടുള്ള വൈറ്റ് റാറ്റ്സിനെ കാണാൻ വേണ്ടിയിട്ട് അവരും ഹാപ്പിയാകും. എന്നിട്ട് ലെറ്റർ എൻഡ് ചെയ്യുന്ന അവസാനത്തെ വാചകമാണ്, കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ അറ്റ് ഹോം. ഐ ഹോപ്പ് ടു സീ യു സൂൺ. ഈ വാചകം എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾക്കിത് ബൈ ഹാർട്ട് ചെയ്ത് കാണാതെ തന്നെ പഠിച്ചു വെക്കാം. കാരണം നമ്മൾ എഴുതുന്ന ഇൻഫോർമൽ ലെറ്ററിൽ, അതായത് ഫ്രണ്ട്ലി ലെറ്ററുകളിൽ എല്ലാം ഈ വാചകം അവസാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ എല്ലാ ലെറ്ററിലും എഴുതാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഫ്രണ്ട്ലി ലെറ്ററാണ് കേട്ടോ. എല്ലാ ഫ്രണ്ട്ലി ലെറ്ററുകളുടെ അവസാനം നമുക്ക് ചേർക്കാവുന്ന ഒരു വാചകമാണിത്. കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ അറ്റ് ഹോം. ഐ ഹോപ്പ് ടു സീ യു സൂൺ. യുവേഴ്സ് ലവിംഗ്ലി ശരത്. അപ്പം ലെറ്റർ എഴുതി ആർക്കും ഒരു പേര് കൊടുത്തു, ആർക്കാണോ എഴുതുന്നത് അവർക്കും ഒരു പേര് കൊടുത്തു. പറയാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. ലെറ്റർ എഴുതി തീർത്തു. ഇനി ഡേറ്റും സൈനും നെയിമും. ഓക്കെ, ഇത്രയാണ് ഇൻഫോർമൽ ലെറ്റർ, അതായത് ഫ്രണ്ട്ലി ലെറ്റർ എഴുതാനായിട്ട് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ആക്ടിവിറ്റി 3 നോക്കിക്കേ. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? Watching the nature around us is really interesting. Each and every living being has its own characteristics. The boy in this story narrates certain features of a few animals. List them out. നമ്മുടെ പ്രകൃതിയിൽ ഓരോ ആനിമൽസിനും ബേർഡ്സിനും ഒക്കെ ഓരോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവും അല്ലേ? നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണ്, നമുക്ക് ഓരോരുത്തർക്കും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ആനിമൽസിനും ബേർഡ്സിനും ഒക്കെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ സ്റ്റോറിയിൽ നമ്മൾ കുറേ ആനിമൽസിനെയൊക്കെ പരിചയപ്പെട്ടായിരുന്നു അല്ലേ? അവർക്ക് ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ബോയ് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് അല്ലേ? അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാനാണ്
പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2-3 പേരെ ഇവിടെ തന്നിട്ടുണ്ട്. അവരുടെ മാത്രം ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഇതെല്ലാം നിങ്ങളുടെ സ്റ്റോറിയിലുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കിക്കേ, സ്ക്വിറൽ. സ്ക്വിറലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ടീച്ചർ ഒന്ന് വായിക്കാം. The squirrel was very young. It was small and grey in color. Finding the boy not harmful, it became very friendly with him. I trusted the boy and even took food from his hands. അതാണ് സ്ക്വിറലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഓൾറെഡി ടെക്സ്റ്റിലുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആരുടെയാണ്? ദ സ്നേക്ക്. ദ സ്നേക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ മോൺസ്റ്റർ കോബ്ര. കോബ്രയുടെ ക്യാരക്ടറാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ ഇവിടെ പ്രിപ്പയർ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കണം കേട്ടോ. The snake was a huge cobra and it was black in color. അതിൻ്റെ കളർ പറയാണ് ബ്ലാക്ക് കളറിലാണെന്നുള്ളത്. The cobra was a skillful and experienced fighter. നല്ല കഴിവുള്ള, അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? മുൻപരിചയമുള്ള ആളാണെന്ന്. ഓക്കെ, ഫൈറ്റ് ചെയ്യുന്നതിൽ നല്ല മുൻപരിചയമുള്ള, ഫൈറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയാവുന്ന കോബ്രയാണ് അതെന്നുള്ളത്. ഇറ്റ് കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. വളരെ വേഗത്തിൽ മൂവ് ചെയ്യാനും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ വേഗതയിൽ സഞ്ചരിക്കാനും സാധിക്കും. സാക്സ് ബിഹൈൻഡ് ഇറ്റ് ഷാർപ്പ് ലോങ് ഫാങ്സ് വെർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. ശരീരത്തിൽ നിറച്ച് വിഷം സൂക്ഷിക്കുന്ന ജീവിയാണ് നമ്മുടെ കോബ്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്നേക്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഒരു ക്യാരക്ടറിനെ കൂടെ നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതാരാണ്? നമ്മുടെ മോങ്കൂസ്. ദ മോങ്കൂസ് വാസ് 3 feet long and grey in color. 3 അടി നീളമുള്ള ഗ്രേ കളറുള്ള ജീവിയാണ് കീരി, മോങ്കൂസ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ സൂപ്പർബ് ഫൈറ്റർ, ക്ലെവർ ആൻഡ് അഗ്രസീവ്. വളരെ ധൈര്യശാലി, മിടുക്കനും അക്രമകാരിയുമായ വളരെ വളരെ മിടുക്കനായിട്ടുള്ള ഒരു ഫൈറ്ററാണ് മോങ്കൂസ്. ഇറ്റ് ഹാഡ് എ ബുഷി ടെയിൽ. നിറയെ രോമങ്ങളുള്ള ഒരു വലിയ വാല്. ടെയിൽ എന്ന് പറഞ്ഞാൽ വാലാണ്, ബുഷി ടെയിൽ. നിറയെ രോമങ്ങളുള്ള വാലുണ്ട്. The long hair on his spine was thick enough to save him from the bites of snake. അപ്പോൾ ഇത്രയും കട്ടിക്ക് രോമങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ശരിക്കും അത്രയ്ക്കൂടെ ശരീരം ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ആ കോബ്രയെ പോലുള്ള ജീവികളുടെ ഫൈറ്റിൽ നിന്നും അതിൻ്റെ ബൈറ്റ്സ്, കടികളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാനായിട്ട് ഇത് ഇവനെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ആക്ടിവിറ്റി 4. The boy was thrilled at seeing the fight between the cobra and the mongoose. You may also have the same feeling. Narrate the fight scene in your own words. അപ്പോൾ കോബ്രയും മോങ്കോസും തമ്മിലുള്ള ഫൈറ്റ് സീൻ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ വായിച്ചു, നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ നമ്മുടേതായ വേർഡ്സിൽ, നമ്മുടേതായ വാചകത്തിൽ അതൊന്നും കൂടി എഴുതാനായിട്ട്, ഒന്നും കൂടി നറേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആക്ടിവിറ്റി 4 എന്ന് പറയുന്നത്. നറേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് SSLC എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ 100% ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നറേഷൻ എഴുതുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നറേഷൻ വേണ്ടതെന്നുള്ളതിന് ചില പൊടിക്കൈകളുണ്ട്, എളുപ്പ വഴികൾ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചേർക്കേണ്ടതെന്ന് എഴുതുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ ഒന്നും ഡിസ്കസ് ചെയ്യാം ആൻസർ ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഇതാണ്. അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, there should be a heading. It should be catchy and concise. ആകർഷിക്കാൻ തക്ക രീതിയിലുള്ള, ആകർഷിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു ഹെഡിങ് ഉണ്ടാവണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എഴുതുമ്പം ഹെഡിങ് ആണ് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഹെഡിങ് ഉണ്ടാവണം നമുക്ക്. ഓക്കെ, യൂസ് അപ്രോപ്രിയേറ്റ് പേഴ്സണൽ പ്രോനൗൺസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പെർസ്പെക്റ്റീവ് ആസ് ആസ്ക്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത്, എങ്ങനെ എഴുതാനാണോ ചോദിച്ചിരിക്കുന്നത്, ആരെ അഭിസംബോധന ചെയ്ത് എഴുതാനാണോ ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം കോബ്ര എഴുതുന്നതായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ കോബ്രയെ ക്യാരക്ടറാക്കി മെയിനായിട്ട് വെച്ചാണ് കോബ്ര പറയുന്നത് പോലെ വേണം സെൻറ്റൻസുകൾ എഴുതാൻ. വ്യത്യാസം മനസ്സിലായോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ അക്കോർഡൻസ് വിത്ത് ദ പെർസ്പെക്റ്റീവ്, എങ്ങനെയാണോ ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, recall the events and arrange them in an order. സംഭവിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി ഓർത്ത് ആദ്യത്തേതും ഇടയ്ക്കത്തേതും അവസാനത്തേതും എല്ലാം ആ ഓർഡർ അനുസരിച്ച്, ആദ്യം മുതൽ ആ ഒരു ഒഴുക്കനുസരിച്ച് വേണം കൃത്യമായിട്ട് എഴുതാൻ. നമുക്ക് തോന്നുന്ന പോലെ എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതിയാൽ
വായിക്കുന്നവർക്ക് അത് മനസ്സിലാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പം നമുക്ക് കൃത്യമായിട്ട് ഓർഡർ അനുസരിച്ച് വേണം ആൻസർ എഴുതാൻ. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റാർട്ട് ദ നറേഷൻ വിത്ത് ആൻ അട്രാക്റ്റീവ് സെന്റൻസ്. തുടക്കം തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് കേട്ടിട്ടില്ലേ? എന്താണത്? വായിച്ചു തുടങ്ങുമ്പോഴേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണം എഴുതി തുടങ്ങാൻ. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ ഡിസ്ക്രൈബ് സെറ്റിംഗ്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. ആ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളെ, പ്രധാന സംഭവങ്ങളെ എല്ലാം ആ കൂട്ടത്തിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം, പറഞ്ഞിരിക്കണം. യൂസ് വെറൈറ്റി ഓഫ് സെന്റൻസസ് ആൻഡ് ഫിഗറേറ്റീവ് എക്സ്പ്രഷൻസ്. എന്താണ്? കുറച്ച് നല്ല ലാംഗ്വേജ് യൂസ് ചെയ്യണം. നല്ല ലാംഗ്വേജ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് വൃത്തിയായിട്ട് മനോഹരമായിട്ട് സെൻറ്റൻസുകൾ എഴുതാൻ നമ്മൾ പരിശീലിക്കുക അല്ലെങ്കിൽ പരിശ്രമിക്കുക. ഡയലോഗ്സ് ഇൻ ഡയറക്റ്റ് സ്പീച്ച് ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ് ആർ പോസിബിൾ. ഡയലോഗ്സ്, റിയൽ ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഡയലോഗുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. കീപ് ദ ഫ്ലോ ഓഫ് ദി നറേഷൻ, അവോയ്ഡ് അൺനെസസറി ഓവർ എക്സ്പ്ലനേഷൻസ്. ഒരു കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയത് ഏത് രീതിയിലുള്ള വിശദീകരണമാണോ അത് മാത്രം നൽകുക. അനാവശ്യമായിട്ടുള്ള എല്ലാ വിശദീകരണങ്ങളും ഒഴിവാക്കുക. Does not end narration abruptly if end effectively. എന്ന് പറഞ്ഞാൽ എന്താണ്? കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ അവസാനിപ്പിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നറേഷൻ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ആൻസർ ഈ വിധത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കിക്കേ. The boy was sitting on the platform halfway up the tree. He used to read books and enjoy sights down in the garden sitting there. One April afternoon, when everyone was indoors due to the warm breezes of the approaching summer, he was sitting upon the tree as usual. Boy, നിങ്ങൾക്കറിയാം ഈ കഥ നമ്മൾ മൊത്തമായി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്താണെന്നുള്ളത്. ചൂടായിരുന്നു, ചൂട് കാലാവസ്ഥയിൽ എല്ലാവരും വീട്ടിനകത്തായിരുന്ന സമയത്ത് മരത്തിൻ്റെ മുകളിലിരുന്ന് നമ്മുടെ ബോയ് ഒരു കാഴ്ച കണ്ടു. Suddenly he saw a huge black cobra gliding into the garden. Beneath him, out from a cactus clump. At the same time, a mongoose also emerged from the bush nearby and went straight for the cobra. ഒരേ സമയത്ത് ഒരു കോബ്രയും ഒരു മോങ്കൂസും ഗാർഡനിലേക്ക് വന്നു. അവർ ഫേസ് ടു ഫേസ് ആയി. Both of them came face to face in a clearing beneath the tree on which the boy was sitting. The cobra defiantly darted his forked tongue in and out and raised 3 of his 6 feet off the ground. The mongoose bushed its tail and the long hair on the spine stood up. They were ready to fight each other. എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് യോദ്ധാക്കളും രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ ഫേസ് ടു ഫേസ് വന്നു. ഈ രണ്ടുപേരും വന്നത് എവിടെയാണ്? നമ്മുടെ ബോയ് ഇരിക്കുന്ന ബെനിയൻ ട്രീയുടെ താഴെ. കോബ്രയുടെ നാക്ക് വെളിയിലേക്കും അകത്തേക്കും എടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ മോങ്കൂസ് കീരി, അതിൻ്റെ വാല് നല്ല ബുഷി ടെയിലാണ്, നിറച്ച് രോമങ്ങളുള്ളതാണ്, അത് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു. ആൻഡ് ദേ ബിക്കം റെഡി ടു ഫൈറ്റ് ഈച്ച് അതർ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് വന്നു. 2 other spectators, a myna and a jungle crow, also came to the scene. The cobra tried to mesmerize his opponent into making a false move, but the mongoose knew the trick and did not fall into the trap. മൈനയും ജംഗിൾ ക്രോയും രണ്ടുപേരും ആ സീനിലേക്ക് വന്നു. അവരെ എന്തായിരുന്നു? സ്പെക്ടേറ്റേഴ്സ് ആയിരുന്നു അല്ലേ, കാഴ്ചക്കാരായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? കണ്ണുകൊണ്ട് നമ്മുടെ കീരിയെ, ഒപ്പോണന്റിനെ, ശത്രുവിനെ, എതിരാളിയെ ഒന്ന് വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് എന്തായി? മോങ്കൂസ് അതിനെ ട്രാപ്പിൽ വീണില്ല. അവൻ ട്രാപ്പിൽ വീഴാതെ ഇന്റലിജന്റ് ആയിട്ട് അവിടെ നിന്നു. The mongoose moving forward made a feint to one side. The cobra struck but missed the aim. Immediately the mongoose darted the snake and bit on its back. അതുപോലെ തന്നെ ഒന്ന് കളിപ്പിക്കാനായിട്ട് നമ്മുടെ കീരി ശ്രമിച്ചു. പക്ഷെ എന്താണ്? ആ കെണിയിൽ കോബ്ര വീണു. അങ്ങനെ കോബ്രയ്ക്ക് ആദ്യത്തെ ബൈറ്റ്, കടി കിട്ടി കീരിയുടെ കയ്യിൽ നിന്ന്. എവിടെയാണ് കിട്ടിയത്? അതിൻ്റെ പത്തിയുടെ പുറകിലായിട്ട്. At the same moment, the myna and the crow also dived at the cobra but collided themselves.
ഈ സമയത്ത് തന്നെ മൈനയും ക്രോയും പറന്നു. പക്ഷെ അവർ തമ്മിൽ കൂട്ടിയിടിച്ച് അവരപ്പുറത്തെ 2 വശങ്ങളിലേക്ക് മാറിപ്പോയി. Cobra started setting weaker and weaker as the mongoose attacked him vigorously and repeatedly. അറ്റാക്ക് എല്ലാം കിട്ടി. ഇവരുടെ ആക്രമണം എല്ലാം മേടിച്ച് ഇവിടെ കോബ്ര വീക്കായി വന്നു. എന്ത് പറ്റി? നമ്മുടെ മോങ്കോസ് കൂടുതൽ ശക്തിയിൽ അതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. In the fight, the cobra whipped his head back and his snout thundered forcefully against the crow's body, killing it. Then the myna wisely refrained from any more inferences. എന്താ സംഭവിച്ചത്? ഫൈറ്റിൽ നമ്മുടെ ജംഗിൾ ക്രോയ്ക്ക് കോബ്രയുടെ ഒരു ബൈറ്റ് കിട്ടി. അങ്ങനെ ജംഗിൾ ക്രോ ചത്തുപോയി. ആൻഡ് മൈന അവിടെ രക്ഷപ്പെട്ട് നിൽക്കുകയും ചെയ്തു. ഫൈനലി അവസാനം the mongoose with a lightning snap had the cobra by his snout. He writhed for a while and gradually stopped struggling. The winning mongoose, gripping its enemy's hood, dragged it into the bushes. The myna with a shrill cry of congratulations flew away. അപ്പോൾ അവസാനം എന്ത് സംഭവിച്ചു? മോങ്കൂസിന്റെ ആക്രമണമെല്ലാം ശരീരത്തിൽ ഏറ്റേറ്റ് അവസാനം കോബ്ര അതിന്റെ ഫൈറ്റ് അവസാനിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ കോബ്ര ചത്തുപോയി. ഈ ചത്തുപോയ കോബ്രയെ എടുത്ത് ആ ബുഷസ് കുട്ടിച്ചെടിയുടെ ഇടയിലൂടെ അതിനെ അപ്പുറത്തേക്ക് മാറ്റിയിട്ടു. എന്നിട്ട് മൈന എന്ത് ചെയ്തു? ഒരു ഷ്രിൽഡ് വോയിസ്, ഒരു വലിയ ശബ്ദത്തിൽ, ഒരു കരച്ചിൽ പോലെ ഒരു വലിയ ശബ്ദം ഉണ്ടാക്കി. എന്തായിരുന്നു അത്? നമ്മുടെ യുദ്ധം ജയിച്ച മോങ്കൂസിനെ കീരിയെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തതായിരുന്നു അത്. ഇത്രയാണ് നമ്മുടെ നറേഷൻ എന്ന് പറയുന്നത്. അപ്പം അതിലെന്തായി? പ്രധാനപ്പെട്ട എല്ലാ ഈവൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തത് വരുന്നത് വേറെ ഒരു ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 5. ആക്ടിവിറ്റി 5 എന്താന്ന് നോക്കാം. Add among us the wall where the 3 baby squirrels, all of them white. The boy couldn't stop wondering about the white squirrels. If he scribbled down this unforgettable sight in his diary, how would it be? ആദ്യമായിട്ടാണ് വൈറ്റ് സ്ക്വിറൽസിനെ കാണുന്നത്. അതൊരു ഭയങ്കര വണ്ടറിങ് ടൈം ആയിരുന്നു. ഇറ്റ് മേക്സ് വണ്ടർ ആൻഡ് കൺഫ്യൂസ്ഡ്. ഇത് കണ്ടവരെല്ലാം ഭയങ്കരമായിട്ട് കൺഫ്യൂഷനായി. ആദ്യമായിട്ടായിരുന്നു വൈറ്റ് സ്ക്വിറൽസിനെ കാണുന്നത്, അതുകൊണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ ഈ ഒരു അൺഫോർഗറ്റബിൾ മൊമെന്റ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യം അതെങ്ങനെ ഒരു ഡയറി എൻട്രി ആയിട്ട് എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നറേഷൻ എങ്ങനെ ശ്രദ്ധിച്ചിരുന്നു മനസ്സിലാക്കിയോ അതുപോലെ തന്നെ ഈ ഡയറി എൻട്രി മനസ്സിലാക്കണം. കാരണം എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ആക്ടിവിറ്റിയാണ് റൈറ്റ് എ ഡയറി എൻട്രി എന്നുള്ളത്. ഡയറി എൻട്രി എഴുതുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പുട്ട് ഡേറ്റ്, ഡേ ആൻഡ് ടൈം ഓൺ ദ ടോപ്പ്. ഏറ്റവും മുകളിലായിട്ട് ഏത് ദിവസം, ഏത് മാസം, ഏത് വർഷം എഴുതുന്നു എന്നുള്ളത് നമ്മൾ കാണിക്കണം. എല്ലാ ഈവൻസും, സെക്കൻഡ് പോയിന്റ് ആണ്, എല്ലാ ഈവൻസും ക്യാരക്ടേഴ്സും അത് സംഭവിക്കാനിടയായ സാഹചര്യം, കോണ്ടെക്സ്റ്റ് നമ്മൾ കാണിക്കണം. അറേഞ്ച് ദം ഇൻ ഓർഡർ. എല്ലാം നമ്മൾ ഒരു ഓർഡറിൽ വേണം ചെയ്യാനായിട്ട്. യൂസ് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ്. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിൽ എഴുതണം. ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ്. അതായത് ഞാൻ ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു, ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് ഇഡ്ഡലിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ്? ഞാൻ ചെയ്തതായിട്ടാണ്, അവരവർ സ്വന്തമായിട്ട് ചെയ്തതായിട്ടാണ്. അതാണ് ഫസ്റ്റ് പേഴ്സൺ നറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് പേഴ്സൺ നറേഷനിൽ വേണം നമ്മളെപ്പോഴും ഡയറി എൻട്രീസ് എഴുതാൻ. ഡയറി എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ ബുക്കാണ് ഡയറീസ്. അതുകൊണ്ടാണത് ഫസ്റ്റ് പേഴ്സണിൽ എഴുതാൻ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, യൂസ് ഇൻഫോർമൽ സെൻറ്റൻസസ് ഓർ സെൻറ്റൻസ് ഫ്രാഗ്മെന്റ്സ്. വളരെ ഫോർമൽ ആയിട്ടുള്ള ടൈപ്പ് അല്ല എഴുതുന്നത്, ഇൻഫോർമൽ സെൻറ്റൻസസ് ആണ് എഴുതുന്നത്. അതായത് നമ്മൾ കൂട്ടുകാരോട് കാണുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? എടാ എന്നാ ഉണ്ട് വിശേഷം, സുഖമാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലാതെ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഹലോ കൂട്ടുകാരാ, നിനക്ക് സുഖമാണോ എന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കാറില്ല, അല്ലേ? അപ്പോൾ ടീച്ചർ ആദ്യം പറഞ്ഞത് ഒരു ഇൻഫോർമൽ ടോക്കാണ്, ഇപ്പം പറഞ്ഞത് ഫോർമലും. കൂട്ടുകാർക്ക് വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നമ്മുടേതായ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ ലാംഗ്വേജിൽ വേണം നമ്മൾ ഈ സെൻറ്റൻസസ് എല്ലാം എഴുതാനായിട്ട്. യൂസ് ഇന്റർജങ്ഷൻ ആൻഡ്
exclamations to express emotions and excitements. Make effective ending. 2 പോയിന്റ്സ് ഒരുമിച്ച് വായിക്കാണ്. ഇന്റർജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്സ് ഓഫ് സ്പീച്ചിനകത്ത് നമ്മൾ ഏറ്റവും അവസാനം പഠിക്കുന്ന കാര്യമാണ് ഇന്റർജംഗ്ഷൻ. ഇന്റർജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻസ് ആണ്. എങ്ങനെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നേ? വാവ്, അതൊരു ഇമോഷനാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓ എന്ന് നമ്മൾ പറയുന്നത് ഒരു ഇമോഷനാണ്. ഇങ്ങനെയുള്ള ഇമോഷൻസ് അത് നമ്മൾ നമ്മുടെ ഡയറീസിൽ എൻ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായല്ലോ ഡയറി എൻട്രീസ് എങ്ങനെ എഴുതാന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഡയറി ഒരെണ്ണം എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, നോക്കിക്കേ, കണ്ടോ? ഡേ, ഡേറ്റ്, ഇയർ, ടൈം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ കണ്ടന്റ് എഴുതിയിരിക്കുകയാണ്, എന്താണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, വാട്ട് എ വണ്ടർഫുൾ സൈറ്റ്, അതൊരു എക്സ്പ്രഷനാണ് കേട്ടോ. ഇതിന് നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരു വര ഇട്ടിട്ട് അതിൻ്റെ താഴെ ഒരു ഡോട്ട് ഇടുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എക്സ്ക്ലമേഷൻ മാർക്ക് എന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇമോഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന ഒരു മാർക്കാണത്, എക്സ്ക്ലമേഷൻ മാർക്ക്, ഇമോഷണൽ മാർക്കിംഗ് ആണ്. ഓക്കെ, വാട്ട് എ വണ്ടർഫുൾ സൈറ്റ്, എത്ര മനോഹരമായ കാഴ്ചയായിരുന്നു അത്. മൈ ഗ്രേ സ്ക്വിറൽ ഹാസ് ഗോട്ട് വൈറ്റ് ബേബീസ്, എൻ്റെ ഗ്രേ കളർ സ്ക്വിറലിന് അണ്ണാന് വൈറ്റ് ബേബീസിനെയാണ് കിട്ടിയിരിക്കുന്നത്, വെള്ള കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. I have never seen or heard of white squirrels before, ഞാൻ ഇതുവരെ വൈറ്റ് സ്ക്വിറൽസിനെ കുറിച്ച് കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. Even grandpa doesn't know about white squirrels, ഗ്രാൻഡ് ഫാദറിന് പോലും അതേക്കുറിച്ച് അറിയില്ല. സാധാരണ വല്യപ്പന്മാരെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം അല്ലേ നമ്മളെ കാട്ടിലും. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഗ്രാൻഡ് ഫാദറിന് പോലും അറിയില്ലായിരുന്നു. ഇറ്റ് ഇസ് ഫോർ ദ ഫസ്റ്റ് ടൈം, അവർ ആദ്യമായിട്ടായിരുന്നു ഇത് കാണുന്നത്. Grandpa is really a nice person. He loved trees, birds, animals and everything in nature. ഗ്രാൻഡ്പ വളരെ നല്ലൊരു മനുഷ്യനാണ്. എങ്ങനെയാണ്? അദ്ദേഹത്തിന് ട്രീസ്, ലവ്സ്, ബേർഡ്സ്, അങ്ങനെ ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങളായിട്ടുള്ള പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ വളരെ ഇഷ്ടമുള്ള ഒരാളാണെന്നാണ് ഇവിടെ നമ്മുടെ ഓഥർ എഴുതിയിരിക്കുന്നത്. I know he loved me too very much. എനിക്കറിയാം, ഇത് മാത്രമൊന്നുമല്ല, എന്നെയും ഗ്രാൻഡ് ഫാദറിന് വളരെ ഇഷ്ടമാണ് അല്ലേ? അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഹി മൈറ്റ് ഹാവ് ബോട്ട് ദ വൈറ്റ് റാറ്റ് ഫോർ മീ, ചിലപ്പോൾ എനിക്ക് വേണ്ടി ആയിരിക്കും ആ വൈറ്റ് റാറ്റിനെ ഗ്രാൻഡ് ഫാദർ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കുന്നത്. ഹി സെഡ് ദ റാറ്റ്സ് ആൻഡ് സ്ക്യൂറൽസ് വെർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഗ്രാൻഡ് ഫാദർ പറഞ്ഞു ഈ റാറ്റ്സും സ്ക്യൂറൽസ് എന്ന് പറയുന്നത് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ബന്ധമുള്ള ആനിമൽസ് ആണ്. ഇറ്റ് ഈസ് റൈറ്റ്, അത് ശരിയാണ്. ആസ് ഗ്രാൻഡ്പ സെഡ് the father of the white baby squirrels is my white rat. ഗ്രാൻഡ്പ പറഞ്ഞത് ശരിയാണ്. ഗ്രാൻഡ്പ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഈ വൈറ്റ് ബേബി സ്ക്വിറൽസിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ആരാണ്? ദ വൈറ്റ് റാറ്റ്. ദ വൈറ്റ് റാറ്റ് ദേ ബോട്ട് ഫ്രം ദി ബാസാർ. അവർ ബാസാറിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന ഈ വൈറ്റ് റാറ്റ് തന്നെയാണ് ഇതിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രീച്ചേഴ്സ് ആർ ദെയർ ഇൻ നേച്ചർ? പ്രകൃതിയിൽ എത്ര തരത്തിലുള്ള ജീവികളാണുള്ളത്? We should do everything to protect the nature and its creatures. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം, പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെയും മൃഗങ്ങളെയും പക്ഷികളെയും ഇൻസെക്ട്സിനെയും ഉൾപ്പെടെ എല്ലാത്തിനും നമ്മൾ സംരക്ഷിക്കണം എന്നാണ് ഡയറി എൻട്രി പറഞ്ഞിരിക്കുന്നത്. I am proud of my grey squirrel, white rat and the white baby squirrels. എനിക്ക് എൻ്റെ വൈറ്റ് റാറ്റിനെയും വൈറ്റ് ബേബീസിനെയും ഗ്രേ സ്ക്വിറൽസിനെയും എല്ലാം ഓർത്ത് ഭയങ്കര അഭിമാനം. ഐ ആം പ്രൗഡ്, എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുകയാണ്. ഐ വിൽ ബ്രിങ് ഓൾ മൈ സ്കൂൾ ഫ്രണ്ട്സ് ഹിയർ ടു ഷോ ദം ദോസ് വണ്ടർഫുൾ സൈറ്റ്സ്. ഞാൻ എൻ്റെ സ്കൂളിലുള്ള എല്ലാ കൂട്ടുകാരെയും കൊണ്ടുവന്ന് മനോഹരമായ വണ്ടർഫുൾ ആയിട്ടുള്ള ഈ സൈറ്റ് ഞാൻ അവരെ എല്ലാവരെയും കാണിച്ചു കൊടുക്കും. എല്ലാവർക്കും ഞാനിത് കാണിച്ചു കൊടുക്കും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഡയറി എൻട്രി. ഇവിടെയാണ് നമ്മുടെ ഡയറി എൻട്രി തീരുന്നത്. ഡയറി എൻട്രി മനസ്സിലായല്ലോ എല്ലാ കൂട്ടുകാർക്കും? വളരെ എളുപ്പമാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ആദ്യമേ ഡയറി എൻട്രി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കണം എന്നുള്ളത്. അതായത് ഡയറി എൻട്രിയുടെ ഫോർമാറ്റ്, ഡേ, ഡേറ്റ്, ഇയർ, ടൈം, പിന്നെ വളരെ ഇൻഫോർമലായിട്ട് സാധാരണ നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുന്നത് പോലെയുള്ള ഒരു ഇൻഫോർമൽ ലാംഗ്വേജിൽ ഡയറി എൻട്രി എഴുതുക എന്നുള്ളത്. ആക്ടിവിറ്റി 6. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആക്ടിവിറ്റി 6 എന്താണെന്നുള്ളതാണ്. നിങ്ങൾ നോക്കിക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ പിക്ചേഴ്സ് അവിടെ അടുക്കി കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും.
ഒരെണ്ണത്തിൻ്റെ അടിയിൽ അതിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പിക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ അതുപോലെയാണെങ്കിൽ സെക്കൻഡ് പിക്ചറിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അപ്പം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ എഴുതണ്ടേ? നമ്മുടെ സ്റ്റോറി പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എഴുതണം. ഹി മെയ്ഡ് എ പ്ലാറ്റ്ഫോം ഇൻ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ വിത്ത് ദ കുഷ്യൻസ് ഹി ടേക്കൺ ഫ്രം ദി ഡ്രോയിങ് റൂം. അതാണ് സെക്കൻഡ് പിക്ചർ എന്ന് പറയുന്നത്. തേർഡ് പിക്ചർ എന്താണ്? ദ കോബ്ര വിപ്ഡ് ഹിസ് ഹെഡ് ബാക്ക് ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്. അതാണ് തേർഡ് പിക്ചർ എന്ന് നമ്മൾ പറയുന്നത്. എന്താണ്? കോബ്ര വളരെ ശക്തമായിട്ട് സ്ട്രക്ക് ചെയ്യുന്നതാണ് തേർഡ് പിക്ചർ. ഫോർത്ത് പിക്ചർ എന്താണ്? ദ മോങ്കോസ് ഡ്രാഗ്ഡ് കോബ്ര ഇൻ ടു ദി ബുഷസ്. കോബ്രയെ ആ ബുഷസ്, കുറ്റിച്ചെടിയുടെ ഇടയിലേക്ക് മോങ്കോസ് വലിച്ചുകൊണ്ട് പോകുന്നതാണ് നാലാമത്തെ പിക്ചർ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് പിക്ചർ, ദ വൈറ്റ് റാറ്റ് ആൻഡ് ദ സ്ക്വിറൽ ബിക്കം ഫ്രണ്ട്സ് ആൻഡ് ദേ ഗോ ഫോർ എക്സ്കർഷൻസ്. വൈറ്റ് റാറ്റും ഗ്രേ സ്ക്വിറലും ഫ്രണ്ട്സ് ആയിട്ട് അവർ എക്സ്കർഷൻസിന് പോകുന്നുണ്ട്. ആ കാര്യമാണ് നമ്മൾ അവിടെ എഴുതുന്നത്. എന്താ എഴുതേണ്ടത്? വൈറ്റ് റാറ്റ് ആൻഡ് ഗ്രേ സ്ക്വിറൽ ബിക്കം ഫ്രണ്ട്സ് ആൻഡ് ദേ ഗോ ഫോർ എക്സ്കർഷൻസ്. ലാസ്റ്റ് പിക്ചർ എന്താണെന്ന് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലേ? എന്താണ്? നമ്മുടെ ബോയ് ആ 3 ബേബി വൈറ്റ് സ്ക്വിറൽസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന പിക്ചറാണിത്. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാൻ പറ്റും? ഹി ഫൈൻഡ് 3 വൈറ്റ് ബേബി സ്ക്വിറൽസ് ഇൻ ദി നെസ്റ്റ്. ആ കൂടിനകത്ത് 3 വൈറ്റ് ബേബി സ്ക്വിറൽസിനെ ആര് കണ്ടു? ബോയ് കണ്ടു. ഓക്കെ, ഇത്രയാണ് പിക്ചേഴ്സിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി 7, ലേഔട്ട് ഓഫ് എ പോസ്റ്റർ. എങ്ങനെയാണ് ഒരു പോസ്റ്റർ പ്രിപ്പറേഷൻ എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ എല്ലാത്തിനും ഓർത്തിരിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലെറ്ററും ഡയറിയും ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പോസ്റ്റേഴ്സിനും ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആൻഡ് ക്ലിയർ ലേഔട്ട്. വലിച്ചു വാരി വൃത്തികേടാക്കാതെ ഒത്തിരി കാര്യങ്ങളൊന്നും എഴുതാതെ ക്ലിയർ ആയിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് സെൻറ്റൻസുകളോ അല്ലെങ്കിൽ 1-2 വേർഡ്സോ മാത്രം എഴുതുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇഫക്റ്റീവ് യൂസ് ഓഫ് ഇമേജ്. നമ്മൾ കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് പിക്ചേഴ്സ് അതിനകത്ത് ആഡ് ചെയ്യാം. പക്ഷെ കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം കൺവേ ചെയ്യാൻ പറ്റുന്ന പിക്ചേഴ്സ് മാത്രം ആഡ് ചെയ്യുക. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഈസ് ടു ബി എംഫസൈസ്ഡ് ബൈ സൈസ് ആൻഡ് കളർ. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് അല്ലെങ്കിൽ മെസ്സേജ്. ഇപ്പോൾ സേവ് വാട്ടർ എന്നുള്ളതാണെങ്കിൽ സേവ് വാട്ടർ എന്നുള്ള ആ വേർഡ്സ് 2 വേർഡ്സും നമ്മൾ കുറച്ച് സൈസിലാക്കി കളർ ചെയ്ത് കുറച്ച് ബോൾഡാക്കി വേണം ചെയ്യാനായിട്ട്. യൂസ് ബോൾഡ് ഇൻറ്റൻസ് കളേഴ്സ് ടു എൻഹാൻസ് ദ മെസ്സേജ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷെ ബോൾഡാക്കി ചെയ്യുക. ഡസ് ദ ഗിവൺ പോസ്റ്റർ സാറ്റിസ്ഫൈ ദീസ് പിക്ചേഴ്സ്. എന്നിട്ട് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ടീച്ചർ ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിക്കും. ആ കാണിച്ചിരിക്കുന്നത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു പിക്ചർ ഉണ്ടാകും, കറക്റ്റ് മെസ്സേജ് മാത്രം കൺവേ ചെയ്തിട്ടുണ്ടാകും. അത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഒരു പോസ്റ്റർ എങ്ങനെ എഫക്റ്റീവ് ആക്കാം. ഓക്കെ, കണ്ടോ? ഈ പോസ്റ്റർ നോക്കിക്കേ. നമുക്ക് പറയാനുള്ള കാര്യം മാത്രം. പ്രൊട്ടക്ട് ട്രീസ്. ട്രീസ് അവർ ലൈഫ് ബ്ലഡ്. എന്നിട്ട് നമ്മൾ ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള മെസ്സേജ് കാണിക്കാൻ വേണ്ടി കൃത്യമായ രീതിയിലുള്ള ഒരു പിക്ചറും ആഡ് ചെയ്തിട്ടുണ്ട്. മെസ്സേജ് വളരെ കംപ്ലീറ്റ് ആണ് അതിനകത്ത്. ഓക്കെ, ആക്ടിവിറ്റി 8 നമ്മുടെ ടെക്സ്റ്റിലെ അവസാനത്തെ ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 8 എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കേ. കുറെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മുടെ സ്റ്റോറിക്കകത്ത് ഓതർ നേച്ചറും ചൈൽഡ്ഹുഡും എല്ലാം വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തെന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇന്ന് വരുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്, നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ്. അപ്പോൾ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് കുറച്ച് പിക്ചറൈസ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. അപ്പോൾ ഫസ്റ്റ് പിക്ചർ നോക്കിക്കോളുക. അതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ അവിടെ എഴുതണം. ഫസ്റ്റ് പിക്ചർ എന്ന് പറഞ്ഞാൽ ട്രീസ് ഒക്കെ കട്ട് ചെയ്ത് കളയുന്ന പിക്ചറാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേർഡാണ് അവിടെ എഴുതേണ്ടത്? ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ എന്നുള്ള വേർഡാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഡ്രെഡ്ഫുൾ ഇമ്പാക്റ്റ് എന്തായിരിക്കും? ഇമ്പാക്റ്റ് എന്താണ്? ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാം, സോയിൽ ഇറോഷൻസ് ഉണ്ടാവാം അല്ലേ? ഇതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. 2 ഇമ്പാക്റ്റ് എഴുതിയാൽ മതിയാവും. 2 ആൻസേഴ്സ് എഴുതാനുള്ള സ്പേസ് ആണ് അവിടെ ഉള്ളത്. ഗ്ലോബൽ വാർമിംഗ് ആൻഡ് സോയിൽ ഇറോഷൻ. ഇനി സെക്കൻഡ് പിക്ചർ നോക്കിക്കേ.
എന്താണ് അവിടുത്തെ ഇഷ്യൂ? ആ പിക്ചറിൽ ട്രീസ് ഉണ്ട്, പക്ഷെ എന്താണ് ഇഷ്യൂസ്? പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം ഡംപ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇഷ്യൂ നമുക്ക് എങ്ങനെ എഴുതാം? പ്ലാസ്റ്റിക് വേസ്റ്റ് ഡംപ്സ് എവ്രിവെയർ. എല്ലായിടത്തും പ്ലാസ്റ്റിക് വേസ്റ്റ് ഡംപ് ചെയ്തിരിക്കുകയാണ്. സോ ഹൗ ഇറ്റ് അഫക്ട്സ് ദ എൻവയോൺമെന്റ്? എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്? വാട്ടർ ബോഡീസ് വിൽ ബി പൊല്യൂട്ടഡ് ആൻഡ് ദ സോയിൽ വിൽ ബി പൊല്യൂട്ടഡ് ആൻഡ് ദ പീപ്പിൾ വിൽ സ്ട്രഗിൾ ഫോർ ഫ്രഷ് എയർ. ഇതാണ് അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത്. തേർഡ് ഇഷ്യൂ എന്താണെന്ന് നോക്കിക്കുക. തേർഡ് ഇഷ്യൂ എന്ന് പറയുന്നത് കാർബൺ എമിഷൻ ആണ്. കാർബൺ എമിഷൻ. എങ്ങനെയാണ് കാർബൺ എമിഷൻ ഉണ്ടാകുന്നത്? റീസൺസ് ആൻഡ് കോൺസിക്വൻസസ് ആണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ അടുത്ത പാർട്ടായിട്ട് ചോദിച്ചേക്കുന്നത്. ഓവർ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ട് നമുക്കുണ്ടാകുന്ന കാർബൺ എമിഷൻസിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അത് പൊല്യൂട്ട് ചെയ്യുകയാണ്. എന്ത്? ഇറ്റ് പൊല്യൂട്ട്സ് ദ അറ്റ്മോസ്ഫിയർ ഓർ ബിക്കം ദ എയർ ബിക്കം പോയ്സണസ്. അങ്ങനെയാണ് കേട്ടിട്ടില്ലേ? ബാഡ് എയർ ശ്വസിച്ചിട്ട് ശ്വാസം മുട്ടലുണ്ടായി ആളുകൾ മരിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? എന്തുകൊണ്ടാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡും ഒക്കെ നമ്മുടെ എയറിൽ സ്പ്രെഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പം ഓക്സിജന്റെ അളവ് കുറയും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് സംഭവിക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇഷ്യൂസ്. ഓക്കെ, നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: House and grounds were of grandfather's domain, but the magnificent old banyan tree was mine. Why did the boy say so? വീടും ഗ്രൗണ്ടും എല്ലാം ഗ്രാൻഡ് ഫാദറിന്റെ കൺട്രോളിലായിരുന്നു, ബനിയൻ ട്രീ മാത്രം എൻ്റെ കൺട്രോളിലായിരുന്നു. എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്: The boy said so because he was free to do whatever he liked on the banyan tree. But in the house and in the grounds, he was not so free as were the strictly controlled by the grandfather. എന്തുകൊണ്ടാണ്? ആ വൃക്ഷത്തിൽ അല്ലെങ്കിൽ ബനിയൻ ട്രീയിൽ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. ചാപ്റ്ററിന്റെ ആദ്യത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബനിയൻ ട്രീ മാത്രമായിരുന്നു അവൻ്റേത്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2: How did the squirrel became a friend of the boy? അണ്ണൻ എങ്ങനെയാണ് സ്ക്വിറൽ എങ്ങനെയാണ് ബോയുടെ ഫ്രണ്ട് ആയിട്ട് മാറിയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ എന്താന്ന് നോക്കാം. The squirrel found that the boy had no catapult or air gun. Then the boy started giving him pieces of cake and biscuit. He grew bolder and took food from his hands. He even searched for the boy's pockets. എന്താണ്? അവൻ്റെ കയ്യിൽ എയർ ഗണ്ണോ കവണയോ ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കി, അവൻ എനിമി അല്ല ഫ്രണ്ടാന്ന് മനസ്സിലാക്കി. പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിച്ച് അവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിട്ട് മാറി. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാ ആൻസേഴ്സും നിങ്ങൾക്ക് എക്സാം പോയിന്റിലുണ്ട്. എക്സാം പോയിന്റ് റെഫർ ചെയ്താണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. What did the friends of the squirrel think about his friendship with a human? What might have made them think so? ഈ സ്ക്വിറലിന്റെ മനുഷ്യനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് മറ്റ് സ്ക്വിറൽസിന് എന്ത് തോന്നി? എന്തുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചിന്തിച്ചതെന്നാണ് ചോദിക്കുന്നത്. They thought he was a headstrong and foolish for trusting a human being. They thought so because human beings kill the squirrels for their meat, skin and even for fun. ഈ മനുഷ്യനെ വിശ്വസിക്കുന്ന ഈ അണ്ണാൻ ഒരു മണ്ടനാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. എന്തുകൊണ്ടാണ്? ശരിക്കും എയർ ഗണ്ണോ കാറ്റപ്പിൾട്ടോ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ഈ അണ്ണാനുകളെയൊക്കെ നമ്മൾ കൊല്ലാറുണ്ട്. എന്നിട്ട് അതിൻ്റെ നമ്മൾ ഇറച്ചികളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു മനുഷ്യനെ വിശ്വസിച്ചു വന്നുകൊണ്ട് വിശ്വസിച്ച് അവനൊരു മണ്ടനാണെന്ന് മറ്റുള്ളവരെ ചിന്തിക്കാനായിട്ടുള്ള കാരണം. Question number 4: How was the banyan tree the noisiest place during the fig season? ഫിഗ് സീസണിൽ ബനിയൻ ട്രീ ആണ് ഏറ്റവും കൂടുതൽ ശബ്ദമുള്ള ഏരിയ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആൻസർ എന്താന്ന് നോക്കാം. It was the noisiest place during the fig season because different birds and animals came to eat the figs. The birds were mainly bulbul, rosy pastures, parrots, crows. These birds and animals made different noises. എന്തുകൊണ്ടാണ്? ഫിഗ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനെയും ഇപ്പം പറഞ്ഞിരിക്കുന്ന പോലെ പല പല ബേർഡ്സും ആനിമൽസും ഒക്കെ അവിടെ വരും. അപ്പോൾ ഇവരുടെ എല്ലാ ശബ്ദങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാകുമ്പോഴത്തേന് എന്താണ് അവിടെ വലിയൊരു എന്താ പറയുന്നത് ഒരുപാട് ശബ്ദങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഫിഗ് സീസൺ ഏറ്റവും ശബ്ദമുള്ള സമയമാണ് എന്ന് പറയുന്നത്. Question number 5: How did the boy make the spring season exciting for himself?
സ്പ്രിംഗ് സീസൺ എങ്ങനെയാണ് കുട്ടി നന്നായിട്ട് എൻജോയ് ചെയ്തെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ, he built a platform on the banyan tree and he spent the cool afternoons there. He bought cushions to sit on and he propped himself on a branch. Sitting there he read books or observed the things going on around. അവൻ എന്ത് ചെയ്തു? ട്രീയിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കുഷ്യൻസ് ഒക്കെ യൂസ് ചെയ്ത് അവൻ അവിടെ സമയം ചെലവഴിച്ചു. അവിടെ ഇരുന്നിട്ട് ഒന്നെങ്കിൽ അവൻ അവിടെ പുസ്തകങ്ങൾ വായിച്ച് ആസ്വദിക്കും, അല്ലെങ്കിൽ അവൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിരീക്ഷിച്ച് അവൻ ആ ചുറ്റുപാടുകളൊക്കെ ആസ്വദിച്ച് അവിടെ ഇരിക്കുമായിരുന്നു. ഇതായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. What was the incident that triggered a long-lasting excitement for the boy in summer? അപ്പോൾ സ്പ്രിംഗ് സീസണിലുണ്ടായ എന്ത് കാര്യമാണ് അവൻ്റെ ഓർമ്മയിൽ എന്നും ലോങ് ലാസ്റ്റിംഗ്, ഫോർ എവർ, എപ്പോഴും നിൽക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. It was a fight between a black cobra and a mongoose. A myna and a crow were also involved in the fight. At the end of the fight, the cobra and the crow die. Cobra dies because of the bites by the mongoose, and the crow dies as it is struck by the cobra. കീരി മൂർഖനുമായിട്ടുള്ള യുദ്ധമായിരുന്നു അവൻ്റെ മെമ്മറബിൾ ഡേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പ്രിംഗ് സീസണിലെ അവൻ്റെ മെമ്മറി എന്ന് പറയുന്നത്. ആ യുദ്ധത്തിൽ ഒരു കാക്കയും നമ്മുടെ കോബ്രയും ചത്തുപോയിട്ടുണ്ട്. കോബ്ര ചത്തുപോയത് മോങ്കോസിൻ്റെ അറ്റാക്ക് കൊണ്ടാണ്. ക്രോ ചത്തുപോയത് നമ്മുടെ കോബ്രയുടെ അറ്റാക്ക് കൊണ്ടും. ക്വസ്റ്റ്യൻ നമ്പർ 7. How did the cobra regain his opponent? Were they true warriors? കോബ്ര തൻ്റെ ഓപ്പോസിറ്റ് ഉള്ള എതിരാളി, അതായത് മോങ്കോസിനെ പറ്റി എന്താണ് ചിന്തിച്ചത്? അവർ ശരിക്കും നല്ല റിയൽ ഫൈറ്റേഴ്സ് തന്നെയാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. The cobra regarded his opponent as a superb fighter, clever and aggressive. They were true warriors as they fought valiantly. എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ രണ്ടുപേരും നല്ല സൂപ്പർബ് ഫൈറ്റേഴ്സ് ആണ്, കോബ്രയും മോങ്കൂസും. ഇപ്പോൾ ഒരാൾ തോറ്റുപോയത് കൊണ്ട് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബോത്ത് ആർ, രണ്ട് പേരും നല്ല സൂപ്പർബ് ഫൈറ്റേഴ്സ് ആണ്, റിയൽ വാരിയേഴ്സുമാണ്. എന്നിട്ട് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അവർ രണ്ടുപേരും they valiantly attacked. അവർ രണ്ടുപേരും വളരെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 8. How did the mongoose manage to escape from the snake's bite? അപ്പോൾ പാമ്പിൻ്റെ കടി ഏൽക്കാതിരിക്കാൻ മോങ്കൂസ് എങ്ങനെയാണ് എസ്കേപ്പ് ആയത്, രക്ഷപ്പെട്ടതെന്നാണ് ക്വസ്റ്റ്യൻ. പിന്നെ ആൻസർ നമുക്ക് വായിച്ചു നോക്കാം. The mongoose bushed his tail, a long hair on his spine stood up. The very thickness of the hair saved him from the bites of the snake. കീരി അതിൻ്റെ വാല് ഒന്ന് മൂവ് ചെയ്തു, ഒന്ന് അനക്കി. എന്നിട്ട് ആ ബുഷി ടെയിൽ, നിറയെ രോമങ്ങളുണ്ട്, ആ വാല് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി എണീറ്റ് നിൽക്കുന്ന പോലെ നിന്നു. അപ്പം കട്ടിയുള്ള രോമങ്ങൾ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ കോബ്രയുടെ അറ്റാക്കിൽ നിന്നും ശരിക്കും ഇതിന് രക്ഷപ്പെടാനായിട്ട് ആ രോമങ്ങൾ, ആ ബുഷി ടെയിൽ നമ്മുടെ മോങ്കൂസിനെ ഹെൽപ്പ് ചെയ്തു. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9. The cobra was a good fighter. Pick out one of his fighting technique. കോബ്ര നല്ലൊരു ഫൈറ്ററാണ്, അവൻ്റെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. His great hood came down so swiftly that the writer thought the mongoose would be killed. എന്താ പറഞ്ഞിരിക്കുന്നേ? ഈ സ്നേക്ക് ഉണ്ടല്ലോ, നമ്മുടെ കോബ്ര, അത് ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിക്കുകയും മാറ്റുകയും വെട്ടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ കീരിയുടെ കണ്ണിലേക്ക് നോക്കി അവനെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ, അവനെ ഒന്ന് വശീകരിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചു. എന്നിട്ട് പെട്ടെന്ന് തല താഴ്ത്തി കീരിയെ കൊത്താനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് കാണുമ്പോൾ കാഴ്ചക്കാരായി നമ്മൾ ഉൾപ്പെടെ മറ്റുള്ളവർക്ക്, അതായത് മരത്തിൻ്റെ മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ബോയ്ക്ക് ഉൾപ്പെടെ എന്താ തോന്നിയത്? കീരിയുടെ കാര്യം തീർന്നു, അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതാണ് കോബ്രയുടെ ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. The mongoose proved that he was clever. Can you cite any instance from the cleverness? കീരി ഭയങ്കര ബുദ്ധിമാനാണ്. അപ്പം അതിനുള്ള എന്തെങ്കിലും ഒരു ഉദാഹരണം സ്റ്റോറിയിൽ നിന്നും എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താ ഉള്ളതെന്ന് കേട്ടോ. അപ്പം ആൻസർ പറയുകയാണേ.
When the cobra struck, the mongoose jumped neatly to one side and darted it swiftly, biting the snake on the back. Then he darted away from the snake, out of its reach. എന്താ ചെയ്തേ? മൂർഖൻ കൊത്തിയപ്പത്തേനെയും കീരി ഒരു സൈഡിലേക്ക് വഴുതി മാറി, അല്ലെങ്കിൽ തെന്നി ചാടി മാറി. എന്നിട്ട് തിരിഞ്ഞ് പാമ്പിൻ്റെ പത്തിയുടെ പുറകിൽ നല്ല ശക്തിയായിട്ട് കടിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ അവിടുന്നും ചാടി മാറി. അപ്പോൾ എന്ത് പറ്റി? നമ്മുടെ കോബ്രയ്ക്ക് ഇവനെ പിടിക്കാനായിട്ട്, സ്ട്രക്ക് ചെയ്യാനായിട്ട്, ബൈറ്റ് ചെയ്യാനായിട്ട് ഒന്നും പറ്റിയില്ല. സോ വി കൻ സീ ദാറ്റ് മോങ്കൂസ് ഈസ് വെരി ക്ലെവർ. നല്ല ബുദ്ധിമാനാണ് മോങ്കൂസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. വാട്ട് വേർ ദ റിയാക്ഷൻസ് ഓഫ് ദി സ്പെക്ടേറ്റേഴ്സ് വെൻ ദി കോബ്ര സ്റ്റക്ക്? പാമ്പ് കീരിയെ കൊത്തിയപ്പോൾ സ്പെക്ടേറ്റേഴ്സ് ആയിട്ട് രണ്ടുപേരുണ്ടായിരുന്നു, മൈന ആൻഡ് ക്രോ. ഇവരുടെ രണ്ടുപേരുടെയും പ്രതികരണം എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. And the answer is, when the cobra struck, the spectators, the crew and the myna hurled themselves at him, but they coiled in mid-air and returned to the cactus making angry noises at each other. അപ്പം അങ്ങനെ സംഭവിച്ചത് എന്ത് പറ്റി? കാക്കയും മൈനയും കൂടെ രണ്ടുപേരും കൂടെ ശരിക്കും സ്നേക്കിന് നേരെയാണ് ഇങ്ങനെ പറന്ന് വരുന്ന പോലെ വന്നത്. പക്ഷെ എന്ത് പറ്റി? അവർക്ക് രണ്ടുപേർക്കും ഒന്നും തെറ്റിപ്പോയി. അവർ രണ്ടുപേരും കൂട്ടിയിടിച്ചിട്ട് തിരിച്ച് അപ്പുറം ഇപ്പുറേക്ക് പറന്നു പോവുകയാണ് ചെയ്തത്. കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 12. ഹൗ ഡിഡ് ദ ക്രോ പുഷ് ഇറ്റ് സെൽഫ് ഇൻ ടു ട്രബിൾ? കാക്ക എങ്ങനെയാണ് അപകടത്തിൽ ചെന്ന് ചാടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ: ദ മൈന ആൻഡ് ദ ക്രോ ഡൈവ്ഡ് അറ്റ് ദ കോബ്ര, ബട്ട് ദേ മിസ്ഡ് ഹിം. ദ മൈന ഫ്ലൂ ബാക്ക് ടു സേഫ്റ്റി, but the crow tried to pull up in mid-air and turn back. In the second that it took him to do this, the cobra struck him with great force and it proved fatal for the crow. എന്താ പറഞ്ഞിരിക്കുന്നേ? കാക്കയും മൈനയും ഒരുമിച്ച് ശരിക്കും മൂർഖനെ പോയിന്റ് ഔട്ട് ചെയ്ത് ലക്ഷ്യം വെച്ച് പറക്കുവാണ് ചെയ്തത്. പക്ഷെ രണ്ടുപേർക്കും എന്ത് പറ്റി? ഉന്നം തെറ്റിപ്പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മൈന സേഫായിട്ട് ഒരിടത്തേക്ക് പറന്നുപോയി. പക്ഷേ കാക്ക തിരിഞ്ഞിട്ട് പാമ്പിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനെ പാമ്പ് അല്ലെങ്കിൽ കോബ്ര ഈ ക്രോയിനെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ ക്രോ ചത്തുപോയി. ഇതാണ് സംഭവിച്ചത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 13. വൈ ഈസ് ദ മൈന സെഡ് ടു ബി വൈസ്? മൈന എന്തുകൊണ്ടാണ് ബുദ്ധിമാനാണെന്ന് പറയുന്നത്? When the myna saw it missed the cobra, when it dived at it, it flew away into safety and perched on the cactus. That is why it is said to be wise. But the foolish crow got killed. എന്താ സംഭവിച്ചേ? ഉന്നം തെറ്റിപ്പോയി. രണ്ടുപേരും ക്രോയുടെ അടുത്തേക്ക് കോബ്രയുടെ അടുത്തേക്ക് വന്നിട്ട് ഉന്നം തെറ്റിക്കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? മൈന പെട്ടെന്ന് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പറന്നു മാറി. ആ കാരണം കൊണ്ട് തന്നെ നമ്മുടെ മൈന വളരെ ക്ലെവർ ആണ് എന്ന് നമുക്ക്, വൈസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 14. ഹൂ വൺ ദ ബാറ്റിൽ? ആരാണ് യുദ്ധം ജയിച്ചത്? വാട്ട് മെയ്ഡ് ദ മൈന പിയർ ഇൻ ടു ദ ബുഷസ്? എന്തുകൊണ്ടാണ് മൈന കാട്ടിലേക്ക് ഒളിഞ്ഞു നോക്കിയത്? പിയർ ഇൻ ടു ദ ബുഷസ് എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക, ഒളിഞ്ഞു നോക്കുക എന്നുള്ളതാണ് അർത്ഥം. ആൻസർ: ദ ബാറ്റിൽ വാസ് വൺ ബൈ ദ മോങ്കൂസ്. കീരയാണ് യുദ്ധം ജയിച്ചത്. The myna peered into the bushes to see if the cobra was really dead, so that it could congratulate the mongoose. ശരിക്കും നമ്മുടെ ആര് ചത്തോന്നാണ് നോക്കിയത്? കോബ്ര ചത്തോന്ന് നോക്കി. എന്നാലല്ലേ മോങ്കൂസിനെ ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി എത്തി നോക്കി, കാര്യം കണ്ടു, എന്നിട്ട് അഭിനന്ദിക്കാൻ വേണ്ടിയായിരുന്നു അവൻ അങ്ങനെ ചെയ്തത്. 15. Question number 15. What prevented the grandfather from taming the mongoose? കീരിയെ ഇണക്കി വീട്ടിലെ മൃഗമാക്കി വളർത്താതെ ഇരിക്കാൻ ഗ്രാൻഡ് ഫാദർ എന്തുകൊണ്ടാണ് ശ്രമിച്ചതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ ആൻസർ ഈസ്, ഗ്രാൻഡ് ഫാദർ knew that a wild mongoose is more useful than a tamed one. This knowledge prevented him from taming it. എന്താണ്? ഒരു വളർത്ത മൃഗമാക്കി വീട്ടിൽ ഓമനിച്ച് വളർത്തുന്നതിനേക്കാളും നല്ലത് അതൊരു വൈൽഡ് ആനിമലായിട്ട്, വന്യമൃഗജീവിയായിട്ട്, എന്നാലേ അതിന് കുറച്ച് അഗ്രസീവായിട്ട് ആക്രമണ ശക്തിയൊക്കെ ഉണ്ടാകുള്ളൂ. അതുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ അതിനെ ടേം ചെയ്യാതിരുന്നത്, ഇണക്കി വളർത്താതെ ഇരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16. Why would grandmother forgive the mongoose for stealing the eggs? മുട്ട മോഷ്ടിച്ച കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ?
എന്തുകൊണ്ടാണ് മോങ്കൂസ് മുട്ട മോഷ്ടിച്ചിട്ടും ഗ്രാൻഡ് മദർ ക്ഷമിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ആൻസർ എന്ന് നമുക്ക് നോക്കാം. Grandmother forgave the mongoose for stealing the eggs because it kept the garden clear of snakes and it do not do any harm to the chicken. എന്താ ചെയ്തത്? അവിടെ ഗാർഡനിലുള്ള പാമ്പുകളെയൊക്കെ ഇത് ഓടിക്കുകയും അല്ലെങ്കിൽ പാമ്പുകളിൽ നിന്ന് ഇവരെ എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്തു. മുട്ട മോഷ്ടിച്ചോ എന്ന് പറഞ്ഞാലും കൂട്ടിലുള്ള കോഴികളെ അത് ഉപദ്രവിച്ചോ? ഇല്ല, കൂട്ടിലുള്ള കോഴികളെ ഒന്നും അത് ഉപദ്രവിച്ചില്ല. അതുകൊണ്ടാണ് ഗ്രാൻഡ് മദർ അവനോട് ക്ഷമിച്ചത്, മുട്ട മോഷ്ടിച്ച് മോങ്കോസിനോട് ക്ഷമിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 17. ഹൂ വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദി സ്ക്വിറൽ? സ്ക്വിറലിന്റെ പുതിയ കൂട്ടുകാരൻ ആരായിരുന്നു? നമുക്ക് നോക്കാം കേട്ടോ. The new friend of the squirrel was the white rat that the grandfather had bought from the bazaar. ബാസാറിൽ നിന്നും ഗ്രാൻഡ് ഫാദർ വാങ്ങിച്ചുകൊണ്ട് വന്ന വെളുത്ത എലി, വൈറ്റ് റാറ്റ് ആയിരുന്നു സ്ക്വിറലിന്റെ പുതിയ ഫ്രണ്ട് എന്ന് പറയുന്നത്. They enjoyed the friendship going together on excursions among the branches. Finally, the squirrel and the white rat mated and had babies. അവര് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി, നല്ല സൗഹൃദത്തിലായി. അവരിടയ്ക്കിടയ്ക്ക് ട്രീസിന്റെ ബ്രാഞ്ചസിലൂടെ ഒരു യാത്ര നടത്തുമായിരുന്നു. അവസാനം കീരിക്കും വെളുത്ത എലിക്കും കൂടിയായിട്ട് 3 baby white squirrels ഉണ്ടാവുകയും ചെയ്തു. Question number 18. How did the boy come to know that the squirrel was building a nest? എങ്ങനെയാണ് അണ്ണാൻ കൂട് കൂട്ടുന്നുണ്ടെന്ന് നമ്മുടെ ബോയ്ക്ക് മനസ്സിലായത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ is the boy came to know that the squirrel was building a nest when he discovered straw and grass falling out of his pockets. Later he saw the netting of his grandmother in the nest on the tree. There were 3 baby squirrels in the wool. എങ്ങനെയാ അവന് മനസ്സിലായത്? അവൻ്റെ പോക്കറ്റിനകത്തുനിന്ന് അവന് വൈക്കോലും പുല്ലും ഒക്കെ കിട്ടി. അതുപോലെ തന്നെ അവൻ്റെ ഗ്രാൻഡ് മദറിനെ നെറ്റിംഗ് നീഡിലും അവന് നഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയ സൂചി ഉൾപ്പെടെ ഈ സാധനങ്ങളൊക്കെ അവൻ എവിടെ നിന്ന് കിട്ടി? നെറ്റിംഗ് നീഡിലൊക്കെ എവിടെ നിന്ന് കിട്ടി? ബനിയൻ ട്രീയുടെ ഒരു ഹോളിൽ നിന്നും കിട്ടി. ആ വെളുത്ത തുണിക്കകത്ത് എന്തായിരുന്നു? 3 വൈറ്റ് സ്ക്വിറൽസ് ബേബീസ് ആയിരുന്നു. 3 വെളുത്ത അണ്ണൻ കുഞ്ഞുങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഇവൻ കൂട് കൂട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ബോയ്ക്ക് മനസ്സിലായത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 19. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ദ വണ്ടർ ദാറ്റ് നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദം ഇൻ ദി നെസ്റ്റ്? ആ കൂട്ടിൽ സൂക്ഷിച്ചിരുന്ന ആ ഒരു രഹസ്യം എന്തായിരുന്നു എന്നാണ്. എന്തായിരുന്നു രഹസ്യം? The wonder nature had kept for them was the 3 white baby squirrels in the nest. 3 വെളുത്ത ബേബി സ്ക്വിറൽസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന രഹസ്യം. ആ കൂട്ടിലെ രഹസ്യം എന്ന് പറയുന്നത് ബേബി സ്ക്വിറൽസ് ആയിരുന്നു. ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഇൻ ദ ബനിയൻ ട്രീ എന്ന് പറഞ്ഞ നമ്മുടെ ചാപ്റ്റർ ഫുള്ളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തു, ആക്ടിവിറ്റീസ് എല്ലാം ഡിസ്കസ് ചെയ്തു. എക്സാമിന് എങ്ങനെയാണ് വരുന്നത്, പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ എക്സാം പോയിന്റ് നിങ്ങൾ റെഫർ ചെയ്യണം. എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് പ്രയോജനപ്പെടും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തതെന്നുള്ളത് പെട്ടെന്നൊന്ന് ആലോചിക്കാം. റസ്കിൻ ബോണ്ടിൻ്റെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറഞ്ഞ സ്റ്റോറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു ബോയ് ആണ് അതിൻ്റെ പ്രധാന ക്യാരക്ടർ, റസ്കിൻ ബോണ്ട് തന്നെയാണ്. ആ ബോയ് കാണുന്ന ഒരു ആഫ്റ്റർനൂൺ സെഷനിൽ സ്പ്രിംഗ് സീസണിലെ ഏപ്രിൽ മാസത്തിലെ അവൻ കാണുന്ന കുറേ കാഴ്ചകളാണ് നമ്മൾ സ്റ്റോറിയിൽ ഡിസ്കസ് ചെയ്തത്. കോബ്ര മോങ്കോസ് ഫൈറ്റ് ആയിരുന്നു. ഒരു സ്പെക്ടേറ്റേഴ്സ് ആയിട്ട് മൈന ക്രോ വന്നു. ഇതിൻ്റെ അവസാനം എൻഡിങ്ങിൽ ക്രോ ആൻഡ് കോബ്ര ഡൈഡ്, രണ്ടുപേരും ചത്തുപോയി. കോബ്രയുടെ അറ്റാക്ക് കൊണ്ടാണ് ജംഗിൾ ക്രോ ചത്തുപോയത്. അതുപോലെ തന്നെ മോങ്കോസിന്റെ അറ്റാക്ക് കൊണ്ടാണ് കോബ്ര ചത്തുപോയത്. രണ്ടാമത് നമ്മൾ ആ സ്റ്റോറിയുടെ അവസാനം കണ്ട ഒരു കാര്യം, ഒരു സ്ക്വിറലും വൈറ്റ് റാറ്റും തമ്മിൽ ഫ്രണ്ട്സായി. വൈറ്റ് റാറ്റിനെ ഗ്രാൻഡ് ഫാദർ കൊണ്ടുവന്നതായിരുന്നു. അവസാനം ഈ വൈറ്റ് റാറ്റിനും സ്ക്വിറലിനും കൂടെ 3 വൈറ്റ് ബേബി സ്ക്വിറൽസ് ഉണ്ടാകുകയും ചെയ്തു. ഇതാണ് നമ്മുടെ സ്റ്റോറിയുടെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്റ്റോറീസ് ഇഷ്ടപ്പെട്ടു എന്നും മനസ്സിലായെന്നും വിചാരിക്കുകയാണ്. അപ്പം നമുക്കിനി പുതിയ വീഡിയോസുമായിട്ട് പുതിയ ചാപ്റ്റേഴ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.